ഈ എൻ്റെ ക്രിസ്തീയ ശുശ്രൂഷയുടെ അനുഭവങ്ങളിൽ എന്നോട് ഇടപെടുന്ന ചില ദൈവവചന ഭാഗങ്ങളായിരിക്കും മിക്കവാറും ഞാൻ ശുശ്രൂഷയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവവചനം പങ്കിടാറുള്ളത്. So the word that I always take during the sharing of word of God are those words which God has spoken to me personally through my life experiences. കർത്താവിന് ഇന്നിവിടെ പാട്ടിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളാണ് പാടിയത്. കർത്താവിനെ സേവിക്കുന്നത് പോലെ ആശ്വാസജനകവും പ്രത്യാശ നിർഭരവുമായ ഒരു ജീവിതം ഈ ലോകത്തിൽ വേറെ ഇല്ല എന്ന് അനുഭവിക്കുന്നവരാണ് ദൈവമക്കളായ നാം. We had a wonderful worship team here leading us into wonderful songs, and I was deeply grateful to know that there is a God who is leading us throughout all the challenges, all the trials. അങ്ങനെ നമ്മെ ആ രക്ഷയുടെ നിർണയത്തിലേക്കും പ്രത്യാശയുടെ നിറവിലേക്കും നടത്തിയ നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന മറ്റൊരു വശമുണ്ട്. The God who has led us until now has also said something else. കർത്താവ് പറഞ്ഞിരിക്കുന്ന അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാവരുമായി എൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. Because the Lord Jesus says that all those who are burdened, all those who are weary, come unto my presence, I shall give you free. I will give you rest. അതിനൊരു മറുവശമുണ്ട്. ഒരു നാണയത്തിന് രണ്ട് വശമുണ്ടെന്ന് പറഞ്ഞതുപോലെ അതിനൊരു മറുവശമുണ്ട്. There is also the other aspect of that. കർത്താവ് പറയുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്. Jesus also says that in this world you have trials and tribulations. എങ്കിലും ധൈര്യപ്പെടുവീൻ. But again, be strong. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. Because I'm here to comfort you. Praise the Lord. Amen. ആമേൻ. ഈ ലോകത്തിൽ അധ്വാന ഭാരം നമുക്കുണ്ട്, ജീവിത ഭാരമുണ്ട്. ആമേൻ. ഇതൊക്കെ ചുമക്കുമ്പോഴും നമുക്ക് ആശ്വാസസ്ഥാനം ആമേൻ നമ്മുടെ കർത്താവിന്റെ പാദപീഠമാണ്. So even though we have trials and temptations in this world, but again at the end of the day we always have the presence of God where we can rest upon and where we can gain the comfort. ആമേൻ. കർത്താവ് നമ്മെ കൃപയാൽ രക്ഷിച്ച് ആ രക്ഷയുടെ സന്തോഷം തന്ന് നമ്മൾ ആ സന്തോഷവും ആമേൻ നമ്മുടെ പ്രത്യാശയും നിത്യത വരെയുള്ളതാണ്. So the joy that the God has given us, the hope that the Lord has given us will not end with this world, but it will continue until the eternity. ആ നിത്യതയുടെ പ്രത്യാശ പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണി ആമേൻ പ്രതീക്ഷയോടെ മുൻപോട്ട് ആമേൻ ലക്ഷ്യം തെറ്റാതെ നോക്കി ഓടാൻ കർത്താവ് നമ്മോട് പറയുകയാണ്. So by considering the hope that Christ has given us, let us run this race with fullness of our strength, so that the God who has given us this promise will lead us throughout this phase. എന്നാൽ ആമേൻ പൂമത്തെയോ പട്ടുമത്തെയോ മാത്രം വിരിച്ച ആമേൻ ഒരു പാതയിലൂടെ വഴിയിലൂടെ മാത്രമല്ല നിത്യതയുടെ പൂർണ്ണതയിലേക്കുള്ള നമ്മുടെ യാത്ര എന്ന് തിരുവചനം ആധികാരികമായി നമ്മളോട് പറയുന്നു, കർത്താവും അത് പറയുന്നു. So while we are on this journey to the eternity, the word of God says that the way that you go will not be with flower beds, but again it will be difficult. ഈ പ്രതികൂലങ്ങളൊക്കെ ഉണ്ട് എങ്കിലും, because the word of God says even though you have trials and temptations, പിന്നീട് എങ്കിലും എന്നാലും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു ശുഭകരമായ നിത്യതയുടെ അന്ത്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. അത് ഞാൻ നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ ഒരുക്കുന്നു എന്നുള്ള വചനമാണ് തുടർന്ന് നമുക്ക് നൽകുന്നത്. So the word of God says that even though we have trials and temptations, but still God is promising us an eternity which we can hope for and which we can run towards. ഈ മുഖവരിയിലൂടെ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം ദൈവമക്കളെ, അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ താൽക്കാലിക സുഖങ്ങളുടെ അനുഭവങ്ങളെ മാത്രം ശ്രദ്ധ വെച്ചാൽ നമുക്ക് നിത്യതയുടെ പൂർണ്ണതയിലെത്താനൊക്കത്തില്ല. So the reason why I said this is because if you are focused on the temporary pleasures of this world, you will not be getting the eternal pleasure that God has set for you. Praise the Lord.
ആമേൻ നിത്യതയിൽ ഒരുക്കുന്ന അവകാശത്തിന് വേണ്ടി, പ്രത്യാശയുള്ള പ്രതിഫലത്തിന് വേണ്ടി പ്രൈസ് ദി ലോർഡ് ഓടുമ്പോൾ ആമേൻ അതിനുവേണ്ടി നിലനിൽക്കുന്ന ആമേൻ ആ പ്രതിഫലത്തിന് വേണ്ടി നാം അതിനേറ്റതായ ഒരു വില കൊടുത്തുകൊണ്ട് വേണം ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ. The eternal reward that God is gonna give us, we should be hopeful and we should be looking towards it, and there is also a price that you need to pay to attain that. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് നിത്യതയുടെ പ്രതിഫലം എന്താണ്, ആമേൻ അതിൻ്റെ വില എന്താണ്, അതിന് ആമേൻ നാം എങ്ങനെ കർത്താവിനെ സേവിപ്പാൻ തയ്യാറാകണം എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. The word of God also gives us a deeper revelation about what is the eternal reward all about, what is the price that we need to pay, and how should we walk while we are in this journey. ആ വരുവാനുള്ളതായ പ്രതിഫലത്തെ മുന്നിൽ കണ്ട പൗലോസ് പറഞ്ഞ വാക്കുകൾ നാം ശ്രദ്ധിക്കണം. Look at the words that Paul has said. By looking at the eternal reward that God has set for him. വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. Because Paul says that looking at the greater glorious reward that God has set for me, I do not bother about all the trials, temptations that I have in this world. ആ വാക്യം പൗലോസ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവമക്കൾ ഗ്രഹിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം വരുവാൻ ഉള്ള തേജസ്സാണോ വലുത്, അതോ ഈ ലോകത്തിലെ താൽക്കാലികമായ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ ശോധനയോ ആണോ വലുത്? So by looking at the words of Paul, I think you have a deeper understanding that Paul is emphasizing us that there is something which is more precious and more glorious than what we see in this world. വരുവാനുള്ള തേജസ്സിന്റെ വെളിപ്പാട് പ്രാപിച്ച ദൈവമക്കൾ ഈ ലോകത്തിൽ മറുവിലയായി കൊടുക്കേണ്ടി വരുന്നതായ ആമേൻ ശോധനകളോ കഷ്ടങ്ങളോ ഇത് രണ്ടും കൂടെ ഒരു തുലാസിന്റെ തട്ടിൽ ആമേൻ വെച്ച് തൂക്കുമ്പോൾ ഈ വെളിപ്പാടിൽ നിത്യതയുടെ പ്രതിഫലവും അവകാശവും ആമേൻ പ്രൈസ് ദി ലോർഡ് അത് ആമേൻ ഗ്രഹിക്കുന്ന, അതിനെ വിവേചിക്കുന്ന പ്രൈസ് ദി ലോർഡ് ദൈവമക്കൾ ഈ താൽക്കാലിക ലോകത്തിൻ്റെ താൽക്കാലിക ജീവിതത്തിൻ്റെ കഷ്ടതകൾ അത് വെള്ളത്തിൻ്റെ കുമിള പോലെ, ആവി പോലെ അനുകൂലവും പ്രതികൂലമായി നമുക്ക് തോന്നുന്ന സാഹചര്യങ്ങളൊക്കെ മാറിപ്പോകും. എന്നാൽ നിലനിൽക്കുന്ന ഒരു അവകാശം, നിലനിൽക്കുന്ന ഒരു പ്രതിഫലം എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെ അവൻ ഉടയവൻ്റെ സന്നിധിയിൽ ഒരുക്കിയിട്ടുണ്ടെന്നുള്ള ഒരു വെളിപ്പാടോടെ കർത്താവിനെ സേവിപ്പാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ. The word of God says that all the trials, all the temptations, all the pleasures of this world is compared to a water bubble or else a vapor or else something that fades away very quickly. But again, the eternal reward that God has set us that God has set up for us is something which is more glorious and more precious. And when you weigh these two in a common balance, then you will understand what is the price that we are actually paying to inherit that greater inheritance that God has set up for us. Praise the Lord. ആ വെളിപ്പാടിലേക്ക് കടന്നു വന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for every believer who got this greater revelation. അതിൻ്റെ വലിയ ആമേൻ അധികമധികമുള്ള പ്രകാശനത്തിലേക്ക് ദൈവം നമ്മെ നടത്തേണ്ടതിനു വേണ്ടി നമുക്ക് വീണ്ടും കൃപയിൽ അമരാം. Let us stick on to the promise and the grace of God to gain this glorious reward. വചനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഓർപ്പിക്കാം. ഞാൻ നാട്ടിൽ 45 വർഷമായിട്ട് ശുശ്രൂഷിക്കുന്ന ഉപദേശിയാണ്. So let me tell you one more thing, that is I was ministering in the state of Kerala in India for 45 years. ആ കാലങ്ങളിൽ ഇതുപോലെ ഉള്ളതായ ശബ്ദസഹായിയായിട്ട് മൈക്കുകളോ അതിൻ്റെ സംവിധാനങ്ങളോ ഇല്ലാത്തതുകൊണ്ട് സഭയിലും പരസ്യയോഗത്തിലും മറ്റെല്ലായിടങ്ങളിലും കൂടുതലും ശുശ്രൂഷിക്കുന്നത് വായ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ്. So during my initial days, we did not have a microphone. So that's the reason why whenever I had prayer meetings or else whenever there comes a gospel meeting, I always I did not use microphone and I just spoke
plainly. അതുകൊണ്ട് മൈക്കിൻ്റെ മുമ്പിൽ വന്ന് നിന്നാലും ഓർക്കാതെ ശബ്ദം ഉയർന്നു പോകും. നിങ്ങളത് സദയം ക്ഷമിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. So at times, what happens is I don't remember that there is a mic in front of me, and sometimes my volume can vary, and I ask your apologies for that. Praise the Lord. ഇവിടെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ മൈക്കുള്ളപ്പോൾ ശാന്തമായി പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ ശബ്ദം ഒതുക്കി ഒക്കെ പറയുമ്പോൾ അത് കുറച്ചുകൂടെ ജനത്തിന് കേൾക്കാനും ശ്രദ്ധിക്കാനും അത് മതിയാകും. പക്ഷേ അറിയാതെ ഞങ്ങളുടെ ശബ്ദം ഉയർന്നു പോകുന്നൊരു പതിവാണ്. So when a pastor over here, if he has a microphone and if he is talking smoothly and without raising much of his voice, it is pleasant to hear. But again, since I'm not used to this, there can be instances wherein my volume can vary. ഞങ്ങളുടെ ആരോഗ്യത്തിനും ശബ്ദത്തിനും ഒക്കെ ഈ മൈക്കിൻ്റെ മുമ്പിൽ പതുക്കെ നിൽക്കുന്നതാ നല്ലത്. കേൾക്കുന്നവരും കുറച്ചുകൂടെ സുഖകരമാകുന്നതും അങ്ങനെയാ. അത് ഞാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. But I truly understand that it is good for my health and also for you if I speak smoothly, and I'll try for that. But if something goes wrong, please accept my apologies. Praise the Lord. നാം വായിച്ച വാക്യത്തിലേക്ക് വേഗത്തിൽ കടന്നു വരികയാണ്. Let's get into the verse that we read. 14 വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. Revelation 22:14. ഒരു കാര്യം കൂടെ, ഇവിടുത്തെ പാസ്റ്റർ ഞാൻ നേരത്തെ പരിചയപ്പെട്ടതാണ്. പക്ഷേ ആദ്യം കാണുമ്പോൾ താൻ വലിയ ബാലനായിരുന്നു. തൻ്റെ വലുതല്ല, ചെറിയ ബാലനായിരുന്നു. പക്ഷേ ഇന്ന് വലിയൊരു ദൈവദാസനായി നമ്മുടെ നടുവിൽ, നിങ്ങളുടെ നടുവിലായിരിക്കുന്നു. Also want to say that I knew Achilles pastor way before, and during those days he was very young, and today I'm happy to see him as a great pastor sitting right before me. Praise the Lord. തൻ്റെ പിതാവിനോടും മാതാവിനോടും തൻ്റെ ഗ്രാൻഡ്പായോടും അമ്മച്ചിയോടും ഗ്രാൻഡ്മായോടും പിന്നെ അവരുടെ മാതൃസഭയായുള്ള കോട്ടയം വാഴൂർ 14 മൈലിലെ സഭയിലുള്ള ദൈവമക്കളോടും അനുഗ്രഹിക്കപ്പെട്ടുള്ള ദൈവദാസിമാർ ശുശ്രൂഷിക്കുന്നവർ ദൈവദാസന്മാരോട് ഒരുമിച്ച് ഒരു 80 മുതൽ തന്നെ ഞാൻ കൂട്ടായ്മ ആചരിച്ച് വളരെ ആത്മീയ പോഷണം പ്രാപിച്ച ഒരു സഭയാണ് ഇവരുടെ സഭ. അവിടെയുള്ള ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന ഇവരുടെ വലിയപ്പച്ചനും വല്യമ്മച്ചും ഇവരുടെ മാതാപിതാക്കളുമൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇന്ന് ഈ ശുശ്രൂഷയിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതിന് എന്നെ ശുശ്രൂഷയിൽ ഒരുക്കിയ ഒരു സഭയും ദൈവജനവുമാണ്, വിശേഷിച്ച് വാഴൂർ തങ്കമാമ. I was just recollecting the days when I met their father and their grandfather and the church they used to attend. That is that's a place called Kottayam in Kerala, and Varur. So that is where the church was, and we went and I attended there, and that is where they have prayed a lot for me, and because of their prayers I'm standing before you today. അത്രയും മാത്രം ചുരുക്കമായിട്ട് പറഞ്ഞിട്ട് വചനത്തിലേക്ക് കടക്കുകയാണ്. Let's get into the verse. ഈ വാക്യം ഇങ്ങനെയാണ്: ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും. Here the word of God says that ജീവന്റെ വൃക്ഷത്തിൽ 14 വാക്യം 14. Yes, blessed are those who have washed their robes, so that they may have the right to tree of life. ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. And that they may enter the city by the gates. ഇവിടെ പറയുന്നത് ഭാഗ്യവാന്മാരുടെ കാര്യമാണ്. Here it says blessed are those. അത് കേവലം ലൗകികവും താൽക്കാലികമായുള്ളൊരു ഭാഗ്യമല്ല. So this blessing is not a temporary blessing. ബൈബിളിന്റെ വേദപുസ്തകത്തിന്റെ സമാപന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. We know that Revelation is the last book of the Bible. വെളിപ്പാട് പുസ്തകത്തിന്റെ സമാപന അധ്യായമാണ് 22-ാം അധ്യായം. And chapter 22 is the last chapter of Revelation. വേദപുസ്തകത്തിൽ ഭാഗ്യവാന്മാരുടെ വലിയ പട്ടിക തന്നെ
രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. And we can also see in the other parts of the Bible wherein there are many people who are termed as the blessed. ലൗകികമായി ധാരാളം ഭാഗ്യവാന്മാരെ നാം കാണുകയും അങ്ങനെയുള്ളതിനെ വലിയ ഭാഗ്യമായിട്ട് ചിന്തിക്കുന്നവരുമുണ്ട്. So there are people who are blessed according to this world. എന്നാൽ ഈ തിരുവചനത്തിൽ വരുന്ന ഭാഗ്യവാന്മാർ, പറഞ്ഞിരിക്കുന്ന ഭാഗ്യവാന്മാർ താൽക്കാലികമല്ല, ലൗകികമല്ല, ഈ ആയുസ് കൊണ്ട് തീരുന്നതായ ആമേൻ ആ ഭാഗ്യത്തിൻ്റെ അല്ലെ സന്തോഷത്തിൻ്റെതായ പൂർത്തീകരണമല്ല. But the blessed, the term blessed that is used in Bible is not something of this world, or it is not something temporary, but it's something eternal. Praise the Lord. അത് പറയുന്ന വാക്യം നാം ശ്രദ്ധിച്ച് കേട്ടു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. Let's pay a close attention to the words that we read. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന്, because here it says they may have the right to the tree of life. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മരണത്തെ അതിജീവിക്കുന്ന ഒരു വ്യവസ്ഥിതിയിലേക്ക് നമ്മൾ പൂർണ്ണമായി പ്രവേശിക്കുന്ന ഭാഗമാണ് അവിടെ പറയുന്നത്. So here the right that the word of God says is a right that you get by crossing the death. ആദം പാപം ചെയ്തതോടുകൂടെ അവനിൽ മരണം കടന്നുകൂടി, അവൻ പാപിയായി തീർന്നു. അങ്ങനെ നിത്യത മുഴുവൻ തുടരാതിരിക്കുവാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിക്കാതെ അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി അവൻ തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി തോട്ടത്തിൻ്റെ വാതിൽ കാവൽ കാക്കുവാൻ ദൂതനെ ആക്കിയിരിക്കുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. We see in the book of Genesis that Adam, the first man Adam, because of his disobedience, he lost the right to have the fruit from the tree of life, and through which the sin entered into this world and also the death followed it. And later on we can see that they were ousted from the Garden of Eden and the angels were set over there to guard the garden. വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. I remind everybody to be prayerful. ദൈവമക്കളെ, അത് ദൈവത്തിൻ്റെ മഹാകരുണയാണത്. നിത്യകാലം പാപികളായി തീർന്നു പോകാതിരിക്കുവാൻ, ആത്മീയ മരണം സംഭവിച്ച് ദൈവത്തിങ്കിൽ നിന്ന് അന്യപ്പെട്ടു പോകാതിരിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരു വീണ്ടെടുപ്പിൻ്റെ പദ്ധതി അവിടെ ഒരുക്കിയിട്ടാണ് പ്രൈസ് ദി ലോർഡ് അവനെ ഏദനിൽ നിന്ന് പുറത്താക്കിയത്. So even when God was ousting Adam and Eve from the Garden of Eden, although it was judgmental, but still God was planning a redemption for the mankind so that he will not be lost eternally. അല്പം ആഴമുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ പറയുന്നതെങ്കിലും സിമ്പിളായ ഭാഗങ്ങളിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വരും. I know that this is very simple to understand. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നമ്മളോടുള്ളതായ മഹാകരുണയും ദയയും വലിയതാണ്. The compassion that God has towards us, the love that he has towards us is greater. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം അനുഭവിച്ച് നിത്യതയിൽ അവൻ മരണമില്ലാത്തവനായി ദൈവാഭിമുഖമായി അവൻ എന്നും നിലനിൽക്കണമെന്ന് ദൈവത്തിൻ്റെ അദമ്യമായ ആഗ്രഹമായിരുന്നു. We see this tree of life in the Garden of Eden, and God gave this tree of life to the mankind because he wanted them to be with him eternally without death. അതുകൊണ്ട് ലോകസ്ഥാപനത്തിൽ തന്നെ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. But when they committed the sin, God wanted to give them a redemption, a plan for redemption, and that is why there was a sacrifice that was made in the Garden of Eden. ആമേൻ. അതുകൊണ്ട് പാപം നിമിത്തം ദൈവത്തിങ്കിൽ നിന്ന് ഭയത്തോടെ ലജ്ജയോടെ ദൈവ സാന്നിധ്യം വിട്ട് ഓടിപ്പോയ മനുഷ്യന് നീതിമാനായ പരിശുദ്ധനായ ദൈവമായി കൂട്ടായ്മയെ ആചരിക്കേണ്ടതിന് പാപം പോക്കുവാൻ ഒരു കുഞ്ഞാടിനെ യാഗമാക്കി തീർത്തു. So because of the sin, mankind was separated from God, and to reunite this bond, there was a sacrifice that was made. അതാണ് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടെന്ന് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. And that is why the word of God says that even before the foundations of the earth was laid, there was a lamb that was slain for our redemption. കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വഴിയൊരുക്കുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട യോഹന്നാൻ കർത്താവിനെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഇതാ
ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന കുഞ്ഞാട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് രണ്ട് സന്ദർഭത്തിൽ ആമേൻ കർത്താവിനെ ആമേൻ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്. And this is why John the Baptist, looking towards Jesus, he is conveying a message that here is the lamb that bears all our sins, all our iniquities, and he has the plan for redemption. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കുഞ്ഞാടിന്റെ രക്തത്താൽ മാനവവർഗത്തിന് പാപമോചനവും ആമേൻ നിത്യജീവനും കാൽവറിയിൽ കാലസമ്പൂർണതയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി ആമേൻ കർത്താവ് അത് നിവർത്തിച്ചു. So through his blood, through his sacrifice, we've got the eternal life, the eternal reward as our possession. കാൽവറിയുടെ ദർശനം പ്രാപിച്ചവൻ, പാപത്തെക്കുറിച്ചുള്ള ബോധം വന്നിട്ട് ആമേൻ കർത്താവേ ഞാനൊരു പാപിയാണ്, അവിടുന്ന് എൻ്റെ പാപങ്ങളെ മോചിക്കണമേ എന്ന് പറഞ്ഞ് ആമേൻ അവിടുത്തെ രക്തത്താൽ എന്നെ ശുചീകരിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിച്ച് അടുത്തു ചെല്ലുന്നവൻ്റെ പാപം പോക്കി പിതാവാം ദൈവത്തെ ആയുഷ്കാലം മുഴുവൻ ഈ ലോകത്തിൽ ആമേൻ സേവിക്കുവാൻ ഉള്ള ഭാഗ്യം ദൈവം നമുക്ക് ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. If a person encounters the experience of Calvary, they will understand the reality of the situation. And that is when they confess their sins and they accept that I need a savior. And anybody who accepts Jesus as their savior, through him there is a eternal life, because Jesus is the one who is reconciling the lost bond that was split ages ago. നമ്മുടെ പാപത്തിന്റെ ആ പാപത്തിൽ നിന്നുള്ള മോചനവും നിത്യരക്ഷയും അതിന് മറുവില കൊടുക്കുവാൻ നമുക്ക് യാതൊരു ആമേൻ പ്രൈസ് ദി ലോർഡ് യോഗ്യതയും അർഹതയും ഇല്ലാതിരിക്കെ കൃപയാൽ നൽകിയ ആമേൻ പാപമോചനം, കൃപയാൽ നൽകിയ രക്ഷ, കൃപയാലുള്ള നിത്യജീവന്റെ പ്രത്യാശ ഇത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. Mankind did not have anything to repay for the sins that they have made and for the eternal reward that they have lost. And that is when Jesus came into this world to pay the price and to reunite this bond. എന്നാൽ ഈ പുസ്തകത്തിന്റെ അവസാനത്തിൽ നമ്മളെ വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഈ പുസ്തകം എഴുതി അവസാനിപ്പിക്കുന്നത്. But the end of this book, that is chapter 22, we see that Holy Spirit has given us a greater commission and then a promise. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, രക്ഷ വിശ്വാസത്താൽ ദൈവം കൃപയാൽ നമുക്ക് നൽകിയതാണ്. ആമേൻ. വീണ്ടെടുപ്പ് കൃപയാൽ നൽകിയതാണ്. പ്രൈസ് ദി ലോർഡ്. നിത്യജീവൻ കൃപയാൽ നൽകിയതാണ്. നമുക്കതിന് മറുവില കൊടുക്കാനില്ലാത്തത് കൊണ്ട്, ഒന്നും കൊടുക്കാൻ നമ്മളെ കൊണ്ട് പ്രാപ്തിയില്ല. അതിന് പകരമായി തൻ്റെ പുത്രനെ, അവിടുത്തെ നിത്യജീവനെ നമുക്ക് വേണ്ടി ലോകത്തിൽ ഏൽപ്പിച്ച് നമുക്ക് വേണ്ടി തന്നതുകൊണ്ട് അവനിൽ വിശ്വസിച്ച് ആമേൻ പാപമില്ലാത്തവൻ എനിക്ക് വേണ്ടി യാഗമായി തീർന്നു എന്ന് ആമേൻ അനുഭവത്തോടെ ഏറ്റു പറഞ്ഞതിനാൽ ആമേൻ വിലതീരാത്ത രക്ഷ കൃപയാൽ ദാനമായി നമുക്ക് ദൈവം നൽകി. Since we did not have anything to pay back to gain the lost bond and also the lost salvation experience and the lost right that we just read about, that is where Jesus paid for the price that we are supposed to pay, and through him we got all the things that we have lost. ഒരു കാര്യം നാം മനസ്സിലാക്കണം, നമ്മൾ പാപ്പരായതിനാൽ ആമേൻ നമ്മുടെ ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി വില കൊടുക്കാൻ കഴിവില്ലാഞ്ഞതിനാൽ ദാനമായി നൽകിയതിൻ്റെ വില നമുക്ക് നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ ഒരിക്കലും അതളക്കാൻ കഴിയത്തില്ല. Since we were sinners, we did not have anything to pay as a price, and that is when a person who was sinless, who did not know sin, came into this world to pay the price, and his love cannot be measured at all. അതുകൊണ്ട് ഈ രക്ഷയാൽ ലഭിച്ചിരിക്കുന്നതായ പ്രതിഫലം അല്ലെങ്കിൽ അതിന്റെ ഭാഗ്യം ഈ ലോകത്തിൽ അനുഭവിക്കുന്ന താൽക്കാലിക ഭൗതിക നന്മയല്ല അതിന്റെ പ്രതിഫലം. So the reward that God is giving us for reuniting, for getting reunited with God, is not something of this world.
ഈ കൃപയാൽ പ്രാപിച്ച രക്ഷയാൽ നിത്യജീവനിലേക്ക് പ്രവേശിക്കേണ്ടത് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന നമുക്കൊരു വലിയ ഉത്തരവാദിത്വം അവിടെ പരിശുദ്ധാത്മാവ് നമ്മെ ഏൽപ്പിക്കുകയാണ്. So the Holy Spirit is entrusting our responsibility over here. അവിടെ പറയുന്നത് ഇങ്ങനെയാണല്ലോ, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകണം. Here it says that they may have the right to tree of life, ഗോപുരങ്ങളിൽ കൂടി അകത്ത് കടക്കണം, and that they may enter the city by the gates. ഈ രണ്ട് കാര്യം ഒരുപോലെ നമുക്ക് അവകാശമാകേണ്ടതാണ്. So these are the two rights that we need to get. അത് സംഭവിക്കണമെങ്കിൽ But in order to get those rights, നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ഏകാഗ്രതയോടെ നിത്യവും ആമേൻ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ് അടുത്തത് പറയുന്നിരിക്കുന്നത്. but in order to inherit these two rights, there is a responsibility that lies on our shoulder. തങ്ങളുടെ വസ്ത്രം അലക്കണം. What is the responsibility? That is, wash your robes. അവർ ഭാഗ്യവാന്മാരാ. And those are blessed. രക്ഷിക്കപ്പെട്ടതിന്റെ ഭാഗ്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നാം കാൽ വെക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം, ഈ പറയപ്പെട്ടിരിക്കുന്ന രണ്ട് കാര്യം സംഭവിക്കുമ്പോഴാണ്. ഒന്ന്, ജീവവൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകുവാനും ഗോപുരങ്ങളിൽ കൂടി, ആമേൻ, സ്തോത്രം, ആ സ്വർഗീയ സിയോനിലേക്ക് പ്രവേശിക്കുവാനുള്ളതായ ആ അനുഭവത്തിലേക്ക്, നിത്യജീവനിലേക്ക്, മരണമില്ലാത്ത ആ തേജസ്സിന്റെ തീരത്തേക്ക്, ആ വാതിലിൽ കൂടി, വാതിലാകുന്ന കർത്താവിൽ കൂടി നിത്യമായി പ്രവേശിക്കുന്ന ആ സമയത്തേക്ക് നാം ഒരുങ്ങുമ്പോൾ ഈ ലോകത്തിൽ നമ്മുടെ ജീവിത വസ്ത്രം നിത്യവും അലക്കി വെടിപ്പാക്കിക്കൊണ്ടിരിക്കണം. The completeness of the experience of the joy of salvation can be obtained only when we receive these two rights. The first right is to the tree of life, and the second one is the right to enter the city by the gates. But in order to get these two rights, we should wash our robes regularly, and then we are called blessed. ഇന്നിവിടെ നാം ആരാധനയ്ക്ക് വന്നപ്പോൾ, ആമേൻ, സ്തോത്രം, ന്യായമായ മാന്യമായ വസ്ത്രം, വൃത്തിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നാം വന്നിരിക്കുന്നത്. Today when we are in the church, we have ensured that we have worn our best dress. അത് നാം ദൈവത്തെ ആരാധിപ്പാൻ കടന്നു പോകുന്നു എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ട്. മറ്റുള്ള മനുഷ്യരുടെ അടുക്കൽ കടന്നു ചെല്ലുമ്പോൾ മാന്യമായ വസ്ത്രം നാം ധരിച്ചിരിക്കണമെന്നുള്ളതായ ബോധവും നമുക്കുണ്ട്. And the reason why we dressed up so well is because we knew that we are coming to the presence of God. Praise the Lord. ദൈവമക്കളെ, മറ്റ് നല്ല വേദികൾ, വിവാഹമോ മറ്റേതെങ്കിലും ആമേൻ നല്ല കാര്യങ്ങൾക്കോ ആമേൻ ഒക്കെ നാം ചടങ്ങുകൾക്ക് പോകുമ്പോൾ ആ വേദികൾക്ക് തക്കതായ ഒരു വസ്ത്ര സംവിധാനം നമ്മൾ കൈക്കൊള്ളാറില്ലേ? So whenever we go for, say, a party, whenever we go for a wedding, we always have a party wear. അങ്ങനെയെങ്കിൽ തേജോമാനായ അതിപരിശുദ്ധനായ നമ്മെ വീണ്ടെടുത്ത് വിശുദ്ധരാക്കി തീർത്ത കർത്താവിന്റെ സന്നിധിയിൽ നിത്യകാലം വസിക്കുവാൻ ദൈവം തന്നെ തൻ്റെ പുത്രൻ മുഖാന്തരം നമ്മളെ ശുദ്ധീകരിച്ച് വേർതിരിച്ചുവെങ്കിൽ ഇവിടെ ഒരു ഡ്യൂട്ടി, പ്രൈസ് ദി ലോർഡ്, നമ്മൾ നമ്മുടെ വസ്ത്രം അലക്കി വെളുപ്പിക്കണം. So in the same way, whenever we attend something of this world, we always look at the event and dress up accordingly. In the same way, when we get into the presence of God, when we reach the heavens, there is a requirement to wash our robes and then stand before the God, the Almighty. അതിന്റെ ആമേൻ അർത്ഥം ചിന്തിക്കാൻ കഴിയുന്ന മക്കൾ ഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് ഭൗതികമായ അക്ഷരികമായ ലോകത്തിൽ ഈ ശരീരത്തിന്റെ നഗ്നത മറയ്ക്കുവാൻ മാന്യവസ്ത്രം ധരിക്കണമെന്ന് സുബോധമുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. We know that in order to cover our nakedness, we wear the dress that we worn right now. എന്നാൽ മഹാപരിശുദ്ധനും തേജോമയനുമായ നിത്യനായ ദൈവസന്നിധിയിൽ ആമേൻ കടന്നു ചെല്ലേണ്ടതിന്, പ്രൈസ് ദി ലോർഡ്, അതിന് യോഗ്യമായൊരു വസ്ത്രം, ആമേൻ, പ്രൈസ് ദി ലോർഡ്, അത് ദൈവം തന്നതാണ്. ആമേൻ, ഹല്ലേലൂയ. രക്ഷാവസ്ത്രം, നീതിന്റെ അങ്കി, ഇതെല്ലാം ദൈവം കൃപയാൽ ദാനമായി നമുക്ക് നൽകിയതാണ്. എന്നാൽ അതിനെ
പവിത്രമായി കാത്തു സൂക്ഷിക്കുവാൻ അനുദിന ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് കുഞ്ഞാടിന്റെ രക്തത്താലുള്ള കഴുകൽ, ആമേൻ, അനുവർത്തിക്കപ്പെടുന്ന വചനത്താലുള്ള ശുദ്ധീകരണം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, പരിശുദ്ധാത്മാവിനുള്ള ശുദ്ധീകരണം നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം കാത്തുപാലിക്കുവാനുള്ള ചുമതല നമ്മെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. So when we reach the presence of God, there is no requirement of buying a dress and then presenting it before God, because Word of God says God has already given us a beautiful robe through His sacrifice, and the responsibility that lies on our shoulder is to protect that from all the malice of this world and ensure that is thoroughly washed when you stand before the presence of God. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ പാപത്തിൻ്റെ ജീവിതത്തിൽ നാം ജീവിച്ചിരുന്നപ്പോൾ, ആമേൻ, നമുക്ക് ദൈവസനോട് അടുത്തല്ലാൻ അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനുള്ളതായ പുത്രത്വത്തിന്റെ പദവിയും പ്രാഗൽഭ്യവും നമുക്കില്ലായിരുന്നു. While we were sinners, we did not have the authority of sonship. Praise the Lord. Praise the Lord. അവിടേക്ക് അടുത്തു വരുവാനുള്ള യോഗ്യത പരിശുദ്ധാത്മാവിനാൽ ദൈവവചനത്താൽ പാപബോധം ഉളവാക്കിയിട്ട് അത് നമ്മുടെ മനസ്സാക്ഷിയിൽ പരിശുദ്ധാത്മാവ് ബോധ്യം വരുത്തിയപ്പോൾ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ ഒരൊറ്റ യോഗ്യത മാത്രമാണ് രക്ഷിക്കപ്പെട്ട് ദൈവമക്കളാകുവാനിടയായി തീർന്നത്. We did not have any qualification to call Abba Father, but when we accepted the sacrifice that Jesus has made on the cross, that is when we got the only qualification to stand in the presence of God and to inherit the sonship. മുഴുലോകത്തെക്കാളും വിലയേറിയ നമ്മുടെ പ്രാണനെ, നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ തൻ്റെ പുത്രനെ, തൻ്റെ പ്രാണനെ അവസാനത്തുള്ള രക്തം വരെയും ഊറ്റി തന്നിട്ട് അവനിലുള്ള വിശ്വാസത്താൽ രക്ഷ, പ്രൈസ് ദി ലോർഡ്, കൃപയാൽ നമുക്ക് നൽകിയതാണ്, ദാനമായി നൽകിയതാണ്. In order to redeem this life that God has given us, which is more precious than anything of this world, that is where God has given His life for us to redeem the precious life that He has put in us. പ്രൈസ് ദി ലോർഡ്. ആ സന്ദേശത്തിൻ്റെ മുഖവുരയിലാണ് ഞാൻ വന്നെത്തിയിരിക്കുന്നത്. കർത്താവ് വെച്ചാൽ ബാക്കി അടുത്ത ദിവസങ്ങളിൽ നാം പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വേഗത്തിൽ ഇവിടെ സമയത്ത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ആ ദൂതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ മുമ്പുള്ള ചില വാക്യങ്ങൾ എന്നെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്നതോടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. Since we do not have much time, I would like to read the other verse. 10, 11, 12 വാക്യങ്ങൾ. That is verse number 11 and verse number 12. ഞാൻ അത് ഇംഗ്ലീഷിൽ വായിക്കുന്നു, ബ്രദർ അത് ഞാൻ മലയാളത്തിൽ വായിക്കുന്നു, ബ്രദർ ഇംഗ്ലീഷിൽ തുടർന്ന് വായിക്കണം. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കാൻ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. Here it says, verse number 10, and he said to me, do not seal up the words of the prophecy of this book, for the time is near. Let the evildoer still do evil, and the filthy still be filthy, and the righteous still do right, and the holy still be holy. Behold, I am coming soon, bringing my recompense with me to repay each one for what he has done. Praise the Lord. അവിടെ പ്രത്യേകമായി ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ്, പ്രൈസ് ദി ലോർഡ്, നാം തന്നെ വസ്ത്രം വിശുദ്ധീകരിക്കണം. So here the responsibility is clear, that is, we should wash our robes. എന്നാൽ രണ്ട് വശം അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. But there are two aspects for that. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. That is, let the evildoer still do evil. അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ. Let the filthy be filthy. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. Righteous still do right. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. And the holy still be holy. എന്ന് പറഞ്ഞാൽ ഈ അനീതി ചെയ്യുന്നവനും അഴുക്കുള്ളവനും അഴുക്കാടാൻ ദൈവം അങ്ങ് ലൈസൻസ് കൊടുത്ത് വിടുന്നെന്നാണോ അതിന്റെ അർത്ഥം? So does this mean that God has granted us the license to commit evil and to do filthy things? നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാനാണോ പറഞ്ഞിരിക്കുന്നത്? Does that mean that you can live as you wish? അവിടെ താഴിലും മുകളിലും അറിഞ്ഞു വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ദൈവമക്കൾ വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിനക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ നിന്റെ സമയം വളരെ അടുത്തിരിക്കുകയാണ്.
Praise the Lord. സമയം അടുത്തിരിക്കയാൽ ഈ പ്രവചനത്തിലെ പുസ്തകം ഈ പുസ്തകത്തിലെ പ്രവചനം എന്ത് ചെയ്യുന്ന മുദ്രയിടരുത്. അതുകൊണ്ട് വളരെ സമയത്തെ വിവേചിച്ച് കാലത്തെ വിവേചിച്ച് ആമേൻ ബുദ്ധിമാന്മാരായി കർത്താവ് വേഗം വരുന്നത് കൊണ്ട് പ്രതിഫലം നൽകാൻ സമയം അടുത്തിരിക്കുന്നത് കൊണ്ട് പ്രൈസ് ദ ലോർഡ്. നീതിമാൻ ഇനിയും നീതി ചെയ്യണം, വിശുദ്ധൻ ഇനിയും അവൻ വിശുദ്ധീകരിക്കണം. ദിനംതോറും നമ്മുടെ ജീവിതത്തിന്റെ സകല ഉത്തരവാദിത്വങ്ങളെക്കാളും പ്രധാനമായി കരുതേണ്ടതായ ഉത്തരവാദിത്തമാണ് ദൈവവും അവൻ നമ്മളും തമ്മിലുള്ള ബന്ധം. അവൻ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ളതായ ഈ ലോകത്തിൽ നമ്മെ തന്നെ ദൈവത്തോടുള്ള ഭക്തിയിൽ കാത്തു സൂക്ഷിക്കുവാൻ ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. Here we see verse number 12. There it says, "Behold, I am coming soon, bringing my recompense with me." So this doesn't mean that you can live as you wish, because God is gonna come soon. And verse number 10 also says that do not seal the book, because God is the one who is gonna judge for whatever we did in our life on this world. And that's why we should be very careful about the choices that we make. Praise the Lord. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക. Let me ask you a question. നമുക്ക് ഈ ഭൗതിക ലോകത്തിലെ ജീവിതത്തിൽ ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. While we are on this earth, we have a lot of responsibilities. അതൊക്കെ ഏറെക്കുറെ നന്നായി ചെയ്തെടുക്കണമെങ്കിൽ വളരെ ഉത്തരവാദിത്വവും അതിന് ശ്രദ്ധയും അതിനുള്ള അധ്വാനവും നമുക്ക് അത്യാവശ്യമാണ്. In order to fulfill those responsibilities, there is a lot of understanding required. There is a lot of patience and a lot of time, lot of effort that's required. എന്നാൽ ഞാനൊരു കാര്യം പ്രത്യേകം എടുത്ത് ചോദിക്കുന്നത്, ഈ ഉത്തരവാദിത്വം വില കൊടുക്കേണ്ടതുമായിരിക്കുമ്പോൾ നമുക്ക് നിത്യജീവനിൽ പോകാനുള്ള ആ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണോ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതോ ഇവിടെ ജീവിക്കുന്നതാണോ അതിൻ്റെ ഉത്തരവാദിത്തമാണോ അതിൻ്റെ വില കൊടുക്കുന്നതാണോ നമുക്ക് ഏറ്റവും വിലപ്പെട്ടത്? In order to fulfill the responsibilities of this world, you are investing your time, effort, and all the other stuff. But again, my question is, what about the responsibility that is given by God? Because in order to reach there, God has given us a greater responsibility. And which is our priority? Is our priority something of this world or something of the eternal? ഈ പറഞ്ഞു വന്ന മെസ്സേജിന്റെ അർത്ഥം ഗ്രഹിച്ചവർ എത്ര പേരുണ്ട്? How many of you have understood the meaning of this message? Praise the Lord. Praise the Lord. നമ്മൾ വില കൊടുക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും Praise the Lord. വളരെ ഏകാഗ്രത ചെലുത്തേണ്ടതുമായ ഒരു വലിയ ഉത്തരവാദിത്വം ഈ ആയുസ്സിനപ്പുറത്തുള്ള അന്തമില്ലാത്ത മരണമില്ലാത്ത തേജസ്സിൻ്റെ നിത്യജീവൻ പ്രാപിപ്പാൻ ഞാനും നിങ്ങളും ഒരു ഉത്തരവാദിത്വം, വിശുദ്ധ ജീവിതം കാത്തു സൂക്ഷിക്കുവാൻ കൃപയിൽ ശരണപ്പെടുക, ജീവിതത്തെ ശോധന ചെയ്യുക. കർത്താവേ, ഒരു ജയകരമായ ജീവിതം നയിപ്പാൻ നീ എന്നെ സഹായിക്കണമേ. വചനത്താലും രക്തത്താലും പരിശുദ്ധാത്മാവിനാലും നിത്യവും അമ്മേ ശുദ്ധീകരണം പ്രാപിക്കേണ്ടതിന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അതിനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അനുദിന ജീവിതത്തിൽ നമുക്ക് കർത്താവിനെ സേവിച്ച് മുൻപോട്ട് നീങ്ങാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. Through this message, I wanted to convey a final message. That is, there is a greater responsibility that the Lord has entrusted on us for the eternal life that God has ordained for us. So let us be open about understanding how big the responsibility is, and let's lead our Christian life accordingly. May God bless us all.